ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്കാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, റെഡ് അലർട്ടാണ് പത്തനംതിട്ട ജില്ലയിലും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നല്ല മഴ പെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള ഒരു അനിഷ്ട സംഭവം, ദുഃഖം നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ കാണാതായി അവർക്കായുള്ള തെരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ആര്യ, പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം രാവിലെ ഇന്ന് മഴയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നേരിയ തോതിൽ ചാറ്റൽ മഴ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രാത്രിയിൽ കാര്യമായ രീതിയിൽ മഴ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ റെഡ് അലർട്ട് തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴുമുണ്ട്. നദികളിലും ഈ അച്ചൻകോലും പമ്പ, അതുപോലെ തന്നെ മണിമലയാറ് തുടങ്ങിയ നദികളിലും ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നിട്ടില്ല. അപ്പൊ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ നിലവിലില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശം ഈ റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഈ ജില്ലയിൽ തുടരുന്നുണ്ട്. മലയോര മേഖലയിലേക്കുള്ള യാത്രികാല സഞ്ചാരത്തിനും വിനോദസഞ്ചാരത്തിനൊക്കെ വിലക്കും നിലവിലുണ്ട്. കോറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ, മഴയെ സംബന്ധിച്ചുള്ള ദുരിതങ്ങളൊന്നും തന്നെ ജില്ലയിലില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. അതേസമയം ഇന്നലെ 3 പേരെയാണ് ഒഴുക്കിൽപ്പെട്ടും മീൻ പിടിക്കാൻ പോയും കാണാതായത്. അതിൽ ഒരാളുടെ മൃതദേഹം മാത്രമാണ് കിട്ടിയത്. അടൂർ മണക്കാല സ്വദേശി ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഇന്നലെ മീൻ പിടിക്കാൻ പോയ കൂട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് മധ്യവയസ്കയായ പള്ളിക്കൽ സ്വദേശി മണിയമ്മാൾ. രാവിലെ തൊട്ട് മണിയമ്മാളെ കാണാതായിരുന്നു. രാവിലെ മഴയുണ്ടായിരുന്നു. കുളിക്കാൻ ഇറങ്ങി പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ 11-12 മണിയോടുകൂടി പിന്നീട് മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. അതിനുശേഷം കാണാതായത് പത്തനം മണിമലയാറ്റിൽ അതിഥി തൊഴിലാളിയായ ബീഹാർ സ്വദേശി നരേഷിനെയാണ്. ഈ 3 പേർ കുളിക്കാനിറങ്ങിയപ്പോൾ ഒന്നിച്ച് കുളിക്കാനിറങ്ങുകയും ആറ്റിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. നരേഷിന് വേണ്ട തിരച്ചിലും ഇപ്പോൾ ഇന്ന് രാവിലെ വീണ്ടും നടക്കും. ഇന്നലെ വൈകുന്നവരെ ഫയർഫോഴ്സും നാട്ടുകാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരൊക്കെ നരേഷിന്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത്. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നരേഷിന്റെയും അതുപോലെ തന്നെ ഈ ഗോവിന്ദന്റെയും കാണാതായ 2 പേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുക. അങ്ങനെ ഒരു 3 സംഭവങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ മഴയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായത്. എന്തായാലും ജില്ലയിൽ ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. മറ്റു ജില്ലയുടെ മലയോര മേഖലയിലും മറ്റു സ്ഥലങ്ങളിലൊന്നും മഴ ഇല്ലെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരുപക്ഷെ അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ വരും മണിക്കൂറുകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്. അത്തരത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളും തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ്. ആര്യ, ശരി, ശശിനാരായണനാണ് ആ വിവരങ്ങൾ നൽകിയത്. അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. നമ്മൾ എത്രത്തോളം ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞാൽ പോലും പക്ഷേ ഇത്തരത്തിൽ ചില ആളുകളെങ്കിലും അത് ലംഘിക്കുന്നു എന്നുള്ളത് അത് ഇത്തരത്തിൽ വലിയ അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. പത്തനംതിട്ടയിൽ 3 പേരെയാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുള്ളത്. പക്ഷേ മഴ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ വലിയ അതിശക്തമായ മഴ പെയ്യുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത കൂടിയാണ്.